നിന്റെ അവന്റെ ചാനൽ ഇങ്ങനെ വല്ലതും കാണിച്ചല്ല ബാക്കി വെച്ചേക്കല്ലോ. അവന്റെ ഒരു കരിപുറണ്ട ജീവിതങ്ങൾ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ആവർത്തിച്ചാലും ഈ യൂട്യൂബർ സ്റ്റീഫൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി താഞ്ചല്ലേ നിങ്ങൾ ചെയ്തത്. സത്യനാഥനല്ലേ? അതെ, തെറി പറഞ്ഞു തല്ലരുത്. ഞാനതിനൊന്നല്ല. എന്തായിരുന്നു അത്? അതിവിടെ ഒരു ബ്യൂട്ടി പാർലറിലുള്ള ക്യാമറ വെച്ചിട്ട് ഡൈ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചൊരു വ്ളോഗ് ചെയ്തു. അതിന്റെ സന്തോഷ പ്രകടനമായിരുന്നു. എന്തായിരുന്നു ബ്ലോഗ്? കരിപുരണ്ട ജീവിതങ്ങൾ. ഈ കരിപുരണ്ട ജീവിതങ്ങളെ കുറിച്ചല്ലാതെ നഷ്ടപ്പെടുന്ന ജീവനെ കുറിച്ച് എഴുതാൻ ധൈര്യമുണ്ടോ? ഐറ്റം ഉണ്ടോ? ഉണ്ട്. വൈറലാവോ? ആവോ. ഗായിക്ക് എന്നാ വേണ്ടേ? എനിക്കൊരു മെയിൽ അയക്കണം. ഗായ അയച്ചു, സ്വന്തം പോലെ അയച്ചോ കേട്ടോ. പാസ്വേഡൊന്നുമില്ല. ഇത് കുഴപ്പമാവൂലേ? സത്യം പറയാൻ പേടിക്കണം. പോരാ. താൻ പ്രസിഡന്റിന് ഇമെയിൽ അയച്ചോ? ഒന്നല്ല 10-15 ശ്രദ്ധിക്കപ്പെടാണ്ട് പോണ്ടല്ലോ എന്ന് വെച്ചിട്ടാ കൂടുതൽ അയച്ചത്. ഇയാൾക്കേ പ്രസിഡന്റിനെ നേരിട്ട് കാണണമെന്ന്, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എത്ര പ്രസിഡന്റിനെതിരെ ഭീഷണി മുഴക്കിയ ആളാണ് താൻ. അതുകൊണ്ട് അദ്ദേഹമുള്ള സ്റ്റേറ്റിൽ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് അറിയില്ലേ? സാർ, അത് ബാലന് വേണ്ടി ദയാകർജി കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിപ്പോയ ഒരു അബദ്ധമാണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തൂടെ? അതൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇയാൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ഫോടന കേസിലെ പ്രതിയാ. പച്ചത്തനെ പോലീസുകാര്. ഇതാരാ? നീ ആരടാ? എങ്ങോട്ടേ കുത്തിക്കറി പറഞ്ഞത്? സാറേ, ഞാനേ ഇവിടുത്തെ SI വിളിച്ചിട്ട് വന്നതാ. SI സാർ വിളിച്ചതേ ചോദ്യം ചെയ്യാനാ, കല്യാണം കൂടാനല്ല. വണ്ടി എടുത്ത് മാറ്റാ. സാറേ, നിയമമൊക്കെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? പോലീസ് ജീപ്പൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. എന്നാ ജീപ്പ് എടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടുണ്ട്. തന്റെ അമ്മായിയപ്പനുണ്ടല്ലോ ചൗരാചേട്ടൻ, ഒരുപാട് കാലമായിട്ട് അങ്ങേരെ എനിക്കറിയാം. ഒരു സാധു മനുഷ്യനാണ്. താൻ അയാൾക്കും കുടുംബത്തിനും ഒരുപാട് മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് താനൊരു കുഴപ്പക്കാരനല്ലെന്ന റിപ്പോർട്ട് തയ്യാറാക്കി തന്നെ ആ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയും ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും. സാർ, അയാൾ നിരപരാധിയാണ്. തൂക്കിക്കൊല്ലാൻ പോവുക. എന്ത് നീതികേട് കണ്ടാലും പ്രതികരിക്കാതെ വാപുത്തി നിൽക്കുന്നതാണോ മര്യാദക്കുള്ള ജീവിതം? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മറക്കാനും പൊറുക്കാനും തയ്യാറായത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയാ. പക്ഷെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ തലയെടുത്ത് വെച്ച് കഴിഞ്ഞാലോ അപ്പച്ചനോട് വിളിച്ചോണ്ട് പോകേണ്ടി വരും. വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ്. അവള് വരുമെങ്കിൽ അപ്പച്ചൻ വിളിച്ചോണ്ട് നോക്കൂ. എനിക്ക് വേണ്ടി മാത്രല്ല, നമുക്ക് രണ്ടുപേർക്കും വേണ്ടി അപ്പച്ചൻ സംസാരിക്കുന്നത്. അതെന്താ ഇയാൾക്ക് മനസ്സിലാവാത്തെ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത്? എനിക്കറിയാവുന്ന ഒരു കാര്യം പുറത്തു പറഞ്ഞാണോ? നമ്മുടെ ജീവിതമായിരുന്നില്ലേ നമുക്ക് ഏറ്റവും വലുത്. അതിനു വേണ്ടിയല്ലേ നമ്മളെല്ലാം ഉപേക്ഷിച്ചു വന്നേ. ഇപ്പൊ അതിലും വലിയ പ്രശ്നം നമുക്ക് എന്തിനാ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ശ്രമിക്കാൻ പാടില്ലെന്നാണോ? അതല്ല മോനെ, ഇപ്പൊ തന്നെ ഇതൊക്കെ ഇന്റർനെറ്റിലെ വലിയ വാർത്തയായി കഴിഞ്ഞു. നമ്മളെയും കൂടെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതല്ലേ ബുദ്ധി? ഒഴിഞ്ഞു മാറലും ഒളിച്ചോട്ടു ഇതെന്നെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണ്ടേ? ഞാനത് ചെയ്യും. താൻ ഇനി പ്രസിഡന്റ് പുറകെ പോവാൻ ഉദ്ദേശിക്കും. ഞാൻ ഇവരുടെ കൂടെ തിരിച്ചു പോവാ. മോളെ, നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നമുക്ക് അവരോട് പറഞ്ഞ് ശരിയാക്കാം. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അമ്മച്ചി കേട്ടതല്ലേ അയാൾ പറഞ്ഞത്. ഇതൊരാളുടെ ജീവനാൾക്ക് വലുത്. നിങ്ങളൊക്കെ വിട്ട് ഞാൻ ഇറങ്ങി വരുന്നു പറയുമ്പോഴൊക്കെ ചിരിക്കുമായിരുന്നു. പിന്നീടാണ് ആൾക്ക് മനസ്സിലായി എന്റെ വാക്കിന് വിലയുണ്ടെന്ന്. അതുപോലെ തന്നെ പറയാം, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു വരില്ല ഒരിക്കലും. ഒരു പൗരൻ മറ്റൊരു പൗരന് വേണ്ടി സംസാരിക്കല്ലേ ഗൈസ്? ഒരു തീവ്രവാദി വേറൊരു തീവ്രവാദിക്ക് വേണ്ടി സംസാരിക്കല്ലോ ഗൈസ്.
നമ്മുടെ നാട്ടിലൊരു പൗരന് വേണ്ടി നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ വേറെ ആര് സംസാരിക്കും ഗായ്സ്? പ്രതിഷേധാഗ്നി ഉയരട്ടെ, ഇതൊക്കെ ഡൽഹി വരെ എത്തട്ടെ, കേന്ദ്രം കിടുങ്ങട്ടെ, കേന്ദ്രത്തിലുള്ള അറിയട്ടെ. A call from Rashtrapati Bhavan. സത്യനാഥൻ സാറേ ഇയാളാണ് ഇയാളെ പലതരത്തിൽ നമ്മൾ വാൺ ചെയ്താണ് സാർ. നിർത്തുന്നില്ല. പ്രസിഡന്റ് മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോ സാർ, ഇതാ ബസ്സിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. ഇയാളെ ഇവൻ മുംബൈയിൽ വെച്ച് കണ്ടെന്നാ പറയുന്നത്. അതെ, ഞാൻ സത്യമാണ് സാറേ പറയണത്. ഞാൻ ഇയാളെ കണ്ടതാ. പിന്നെ സാറെന്ന് എന്നോട് ചോദിച്ചില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മുംബൈയിൽ എവിടേക്കാ പോയെന്ന്? ഈ സഹിയുടെ കൂടെയാണ് ഞാനന്ന് പോയത്. ഇയാള് റെവല്യൂഷനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വട്ടനാണ്. അല്ല സാറേ, ഇയാള് ഭയങ്കര കുഴപ്പക്കാരനാണ്. അന്ന് ഞാൻ ജയിലിൽ നിന്ന് ഒരു ബ്രോക്കറോടെ പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഈ സഹിയാണ്. അന്ന് സാറ് പറഞ്ഞില്ലേ ഈ ഭീകരപ്രവർത്തനമൊക്കെ നടത്തുന്ന സംഘടന, അതിന്റെ ഉള്ളിലേക്കാണ് ഇയാൾ എന്നെ കൊണ്ടുപോയത്. അവർ തോക്കൊക്കെ ഉള്ളവരാണ്, അതുപോലെ ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെയൊക്കെ തലവനായിട്ടാ എനിക്ക് ഇയാളെ തോന്നിയിട്ടുള്ളത്. പിന്നെ സാറേ, ദേ ഇവനെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാ. ഇവൻ മരിച്ചിട്ടില്ലെന്നേ. ഇപ്പൊ നിങ്ങൾ എന്നെ അവരുടെ ഈ പടമൊക്കെ കാണിക്കുന്നില്ലേ, അതുപോലെ തന്നെ സാറിന്റെ ഫോട്ടോ ഒരു ലാപ്ടോപ്പിലിട്ട് എന്നെ കാണിച്ചിരുന്നു. എന്നിട്ട് നമ്പ്യാർ ഫ്രം ഡൽഹി, ഹീസ് അവർ നമ്പർ 1 എനിമി എന്ന് പറഞ്ഞു. പിന്നെ സാറിനോട് എന്നെ തട്ടുമെന്നും പറഞ്ഞു. പിന്നെ ഈ സാറ് ഇനി എൻ്റെ അടുത്തേക്ക് വന്ന ഉടനെ ഞങ്ങൾ അറിയിക്കണമെന്നും പറഞ്ഞിട്ട് സാർ പേടിച്ചിട്ടാ സത്യമായിട്ടും പേടിച്ചിട്ടാ. സാറേ, സാധാരണക്കാരൻ സാധാരണ എന്താ ചെയ്യാ? ഒന്നും കാണില്ല, കണ്ടാൽ തന്നെ അവര് സത്യം പറയുകയില്ല. അതുപോലെ സത്യം പറയാൻ പേടിയുള്ള ഒരു സാധാരണക്കാരാണ് സാർ. പിന്നെന്താ അവര് പറഞ്ഞത്? എനിക്കൊരു ഫോൺ തന്നു സാറേ. സാറുമായിട്ട് ഇനി എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ അതിൽ സേവ് ചെയ്ത ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഫോൺ എവിടെ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. हेलो सखी भाई, हाँ मैं सत्यनाथन बोल रहा हूँ. സത്യനാഥ്, ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, തും ഫോൺ ബന്ദ് കർക്കെ ക്യൂ രഖാ? ഭായ്, ഞാൻ വിളിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു നല്ല അവസരം കിട്ടട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അന്ന് ഭായ് പറഞ്ഞ പോലെ ആ ഓഫീസർ നമ്പ്യാർ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ എന്നെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ എന്നെ കൊല്ലും. അയാൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് അയാൾ എനിക്ക് കൊല്ലണം. ആ തെണ്ടി എനിക്ക് കൊല്ലണം. ഓക്കെ സാഹിബായ്? ഓക്കെ. സോറി, തെണ്ടിന്ന് ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. இத்தனை நாள் கால் பண்ணாதவன் இப்போ கால் பண்ணுறான், ஏதோ ட்ராப்பாக தான் இருக்கும். சாஹி, ஃப்ரீயாக விடு. अरे मेरा बच्चा है, शेर है. शेर कैसा इंतजार करता है? उसको मौका मिला और वो मुझे बुलाया है, समझा?